അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അച്ഛനവിടെ ഒരു ഉടക്കവല ഇട്ടിട്ടുണ്ട്. നമ്മളത് എടുക്കാൻ പോകുമായിരുന്നു നോക്കാനായിട്ട് മീൻ വല്ലതും ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇതുകൊണ്ടോ നമുക്ക് നമ്മുടെ ഷോർട്ടിലേ അപ്ലോഡ് ചെയ്തായിരുന്നു. നമുക്ക് ഇന്നലെ വീടിൻ്റെ സൈഡിലിട്ടൊരു വെട്ട് ചൂണ്ടലടിച്ച വാഗയാണ്. പക്ഷേ ഇടയ്ക്ക് വന്ന് വാ പൊളിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടയിൽ നിന്ന് പൊട്ടിപ്പോയിട്ട് അച്ഛനതിനെ കൈവച്ച് പിടിച്ചപ്പോൾ അതിനെ അമർത്തി കല്ലിൽ മുട്ടിച്ചാണ് പിടിച്ചത്. അതിലെന്തോ പറ്റിയതിന്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ ഫ്രൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇതൊരു ഇട്ടേക്കുന്നുണ്ട്. ഇടയ്ക്ക് വന്നൊന്ന് വാ വിളിക്കും. പക്ഷെ എന്തോ പറ്റി. മുതുകത്ത് എന്തോ പറ്റി കണ്ട, മുതുകത്ത് അടി കൊണ്ടിട്ടുണ്ട് കല്ലിൻ്റെ. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള സാധനം വരുന്നത്. ഇടയ്ക്ക് എപ്പോഴും വീടിൻ്റെ സൈഡിൽ വന്ന് വെട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതിൽ കിട്ടിയ സാധനത്തിന് അപ്പോൾ നമുക്കിത് നമ്മുടെ ചൂണ്ട എടുക്കാൻ വേണ്ടി പോവാം. അല്ല ചൂണ്ടയല്ല, സോറി, നമ്മുടെ വല എടുക്കാൻ വേണ്ടി പോവാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേ കണ്ടത്തിനകത്താണ് നമ്മൾ വല ഇട്ടേക്കുന്നത്. നമ്മളിത് ഇക്കരയിലെത്തി. നമുക്ക് വള്ളത്തിൽ നിന്ന് ഇറങ്ങാം. അതേ നമ്മുടെ വല കിടക്കുന്നുണ്ട്. വള്ളമൊന്നും ഇപ്പുറത്തേക്ക് ആക്കാൻ പറ്റത്തില്ല. അത് അച്ഛൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കും അച്ഛൻ്റെ കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് മീൻ കിട്ടാൻ കാണാൻ പറ്റത്തില്ല. താഴ്ച കുറവാണ്. കുഴിയിലുണ്ടല്ലോ താഴ്ച. അയ്യോ മുങ്ങിപ്പോയി. ഫ്രണ്ടിൽ പോട്ടെ, കാണാൻ പറ്റത്തി. കതിയെടുത്ത് ഇങ്ങനെയാണ് വള്ളമൊന്നും ഇല്ലാത്തപ്പോൾ പാടത്ത് ഇറങ്ങി വലയിടുന്നത്. അങ്ങനെ അടുത്തടുത്ത് ശരീരത്തിലേക്ക് വെച്ച് പോകും. ഇത്ര നേരം നമുക്ക് ഒരെണ്ണം കിട്ടി, ഒരു കരിമീൻ. ഇത് ഇതിലിട്ടോ, അടച്ചു നിർത്താൻ മതിയോ? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ്. അത്യാവശ്യം കൂടുതൽ. നമുക്കൊരു സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്. സിലോപ്പി വലയിൽ ചേറാണ് പാടത്ത് മൊത്തം. സിലോപ്പി അത്യാവശ്യം ഓക്കെയാണ്, കുഴപ്പമില്ലാത്തതാണ്. ക്യാമറ വെള്ളം വീട്ടിൽ ചെന്നെടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിലോപ്പി. ഒരു രണ്ടെണ്ണം അടുപ്പിച്ച് കണ്ടേ, രണ്ടെണ്ണം അടുപ്പിച്ച്. അതായത് ഒരു സൈഡിൽ തന്നെ അല്ലേ. അത്യാവശ്യം നല്ല വലിയ സാധനമാണ്. രണ്ടെണ്ണം അടുപ്പിച്ച് എൻ്റെ കൈ നോക്കി. കൈയേക്കാളും മതി ഹെവി സൈസ്. നഷ്ടമില്ല. നമുക്ക് രണ്ടും ഒരേ സൈഡിൽ തന്നെ കിട്ടിയാണ്. അത്യാവശ്യം നല്ല ജെയിൻ്റ് സാധനം. രണ്ടെണ്ണം അതിലും കൂടി ഇച്ചിരി ചെറുത്. രണ്ടും കൂടി അല്ലേ? രണ്ടും കൂടി 2 കിലോ സംതിങ് തോന്നുമായിരിക്കും. ശരീരത്തിൻ്റെ അത്ര ഉണ്ട്. ശരീരത്തിൻ്റെ അത്ര ഉണ്ട് സാധനം. പൂർണ്ണം 400 രൂപ. അടുത്ത വഴി കൊണ്ട് ചോറിനൂടെ കളയിലൊക്കെ പോയാ പൊട്ടിച്ചു പോയാ? ഐസ അച്ഛൻ്റെ മുഖം നോക്കി അത് പൊട്ടിച്ചു പോയി. ഐസേ നമ്മൾ വർത്താനത്തിലായിരുന്നപ്പോഴേ ശ്രദ്ധിക്ക്. നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടി വലിച്ചു നോക്കിയതാണ്. വിഷമം. അത് പോയി. ഐസേ ഇതിനേക്കാൾ വലുതായിരുന്നു, അത് പോയി. പക്ഷെ അവിടെ വല്ലതും കുത്തിക്കിടപ്പുണ്ടാന്ന് നോക്കി. ഒരു പറ്റി നമുക്കൊന്ന് ജസ്റ്റ് അവിടെ വല്ലതും കുത്തിക്കിടപ്പുണ്ടാന്ന് നോക്കാം. വലിയ സാധനമായിരുന്നു.
കോരി ഇട്ടാൽ മതിയായിരുന്നു കിട്ടിയാൽ. താങ്ങിയാണ് നമ്മൾ ഇടേണ്ടത്. ഞാൻ കാലും വെച്ച് തപ്പി നോക്കി. സാധനം വല അടിച്ചു പോകും. അതിൻ്റെ ഹെൽപ്പ് വലക്കില്ലല്ലോ. തീരെ നൈസാണ് സാധനം. വല തീരെ നൈസാണ്. അതെന്ന് പറയുമ്പോൾ ഒരു 1.5 കിലോത്തിനടുത്തുണ്ടായിരുന്നു ആ സിലോപ്പി. ഒറ്റ താങ്ങിയാണ് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ കിട്ടിയാണ്. അത് പോയി. ഇനി പോയത് പോയി. ഇനി അടുത്ത പിടിക്കാം. കൊല്ലി എന്തേ കൊല്ലി. ഞാൻ ക്യാമറ ഇട്ട് വന്നുകൊണ്ടാണ് അച്ഛനത് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാണ്ട് പിടിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അച്ഛനത് കിട്ടിയാൽ. പക്ഷേ ഞാനിവിടെ നല്ല സാധനം വരുന്നു. അത് പോയി. ഓടെ പോട്ടെ. നമുക്ക് ഇനി കൂട് പൊക്കാൻ വാ. ഒരു മീൻ കൂടുണ്ട് ഗൈസ്. നമുക്ക് ആ മീൻ കൂടും പൊക്കാം. അതും ഈ കണ്ടത്തിൽ തന്നെ വെച്ചേക്കണം. ആ പത്താഴത്തിൻ്റെ വാതിക്ക് അതും പൊക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, നമ്മുടെ വീടാണ് കാണുന്നത്. കണ്ടോ ജങ്ക സാധനം ഗൈസ്. ഞാനും അച്ഛനും കൂടി കൂടെടുക്കാൻ വേണ്ടി നീന്തി പോയിക്കൊണ്ടിരിക്കുന്നതിന് അവിടെ മീൻ കിട്ടി അവിടെ വെച്ച്. അതെ, പത്താഴത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. കഴുത്തിൻ്റെ അത്രയും വെള്ളമുണ്ട് ഈ കണ്ടത്തിൽ. അതെ, നമ്മുടെ പത്താഴത്തിൻ്റെ വാതിക്കലെത്തി കേട്ടോ. പത്താഴത്തിൻ്റെ വടയിലെത്തി. അതെ, അച്ഛൻ കൂടെടുക്കാൻ പോവാണ്. നോക്കാം. അകട്ട് അയക്കണ്ടേ. ഇത് നമ്മൾ മറ്റേ മനഞ്ഞിലൊക്കെ പിടിച്ച കായൽ, മറ്റേ പാലം കണ്ട, പാലം കണ്ട. ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? കൂടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടഴിക്കണം. അച്ഛനപ്പുറത്തേക്ക് പോവുക. അത് കുടിക്കറി. പക്ഷെ ഇത് താഴത്താണ് ഇരുന്നത്. പൊങ്ങി നിൽക്കണം. താഴത്തല്ല ഇരുന്നേ ഉണ്ടോ? പത്താഴത്തിൻ്റെ ആ സൈഡിൽ കെട്ടി വെച്ചേക്ക് വരുന്നത് അച്ഛൻ അഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. പക്ഷേ നല്ല സിലോപ്പി പോകല്ല. ഇനിയൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. അത് ഓർത്തിരിക്കും. പക്ഷേ അവിടെ എന്തെങ്കിലും മീൻ പിടിക്കാൻ നിർത്തി വലിയ മീൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാൻ നിർത്തി നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ. ഇനി അടുത്തൊരു വലിയ മീൻ പിടിക്കണവർ അത് ഉണ്ടാവും. പൊക്കട വലിച്ചോ ഇവിടെ ഉടക്കി കിടക്കെ. പകുതി പൊക്കിയിട്ടുണ്ട്. എന്തുണ്ട് വാഗ. അയ്യോ, ക്യാമറ വെള്ളം മീൻ. ഉണ്ടോ കരിമീൻ, വാഗ. 2 കരിമീൻ, ഒരു വാഗ. നച്ചേരി ഇതേ നച്ച് കരിമീൻ. നമ്മൾ മറ്റേ ഷോർട്ട്സ് ഇട്ടില്ലായിരുന്ന സാധനം നച്ച് കരിമീൻ. ഇതിൻ്റെ മുള്ളു കൊള്ളരുത് കേട്ടോ. കൈ കിട്ട് കിട്ടില്ല, വേദന ഇരിക്കും. എൻ്റെ മുഖത്ത് മൊത്തം വെള്ളം. നമ്മൾ ഈ ചെറിയ മീൻ എല്ലാത്തിനും റിലീസാക്കും കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പറയാ കഷ്ടപ്പാട് ഇനി അടുത്ത കഷ്ടപ്പാട്. ഓക്കെ. അപ്പോൾ ഇത് തിരിച്ച് കൂടും കൊണ്ട് നമ്മുടെ വള്ളത്തിലേക്ക് പോകും. എന്നിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.